വളരെ നിർഭാഗ്യകരമെന്നേ പറയുള്ളൂ. ഒരു വയോധികന്റെ മരണം വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ. ബാലരാമപുരത്തെ ആ വയോധികന്റെ ദുരൂഹ മരണത്തിൽ പോലീസ് അതിൻ്റെ ചുരുളുകളഴിക്കാൻ ഒരുങ്ങുകയാണ്. ഗോപൻ സ്വാമി മരിച്ച ദിവസം 2 പേർ വീട്ടിൽ വന്നുവെന്ന് മക്കളുടെ മൊഴിയിൽ ഉണ്ട്. ആ വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ അതിൽ ആരൊക്കെയാണവർ, എന്തിനാണവർ വന്നത്, ഈ മരണസമയത്ത് അവരിവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാവൂ. നെയ്യാറ്റിൻകര പ്ലാവിലെ സ്വദേശികളാണ് വീട്ടിലെത്തിയെന്നാണ് മക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരും വീട്ടിലില്ലായിരുന്നുവെന്നാണ് ആദ്യം മക്കൾ പറഞ്ഞിരുന്നത്. മക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. വിവാദ സ്ലാബ് പൊളിക്കുന്നതിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ്. അപ്പോൾ ഈ വയോധികന്റെ മരണം വലിയ ദുരൂഹമായി തന്നെ തുടരുന്നു. മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുടുംബാംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ 2 മറ്റ് അതിഥികൾ കൂടി വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. അത് ആദ്യം കൊടുത്ത മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായ മൊഴി കൂടിയാണ്. ബന്ധുക്കളായിരുന്നോ ഇവർ? പോലീസിന് അവരെ സംശയമുണ്ടോ? മൊത്തത്തിൽ എന്തൊക്കെയോ അവിടെ ഇങ്ങനെ തെളിയാനായിട്ട് ഇങ്ങനെ ബാക്കി കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ്. എന്താണ് ഇന്ന് ബാലരാമപുരത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇതിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴാണ് മക്കളുടെ മൊഴികളിൽ 2ലും വൈരുദ്ധ്യമുണ്ട്. 2 പേരും എല്ലാ കാര്യത്തിലുമല്ല, ചില കാര്യങ്ങളിൽ ഒരേ ഇൻസിഡൻറ്റ് തന്നെ 2 പേരും 2 തരത്തിലാണ് പറയുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യ മൊഴിയിൽ തന്നെ ആ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി വീണ്ടും മൊഴിയെടുത്തത്. ആദ്യ മൊഴിയിൽ പറഞ്ഞ ഒരു കാര്യത്തിലൂന്നിയാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. അതായത് 2 പേർ ഈ ഗോപൻ സ്വാമി മരിക്കുന്ന ദിവസം ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത്. മറ്റൊരു മകനും സമാന മൊഴി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ 2 പേരും പറഞ്ഞ സമയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ 2 പേർ അകന്ന ബന്ധുക്കൾ എന്നാണ് അവർ പറയുന്നതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഈ മൊഴിയെക്കുറിച്ച് പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ നെയ്യാറ്റിൻകരയ്ക്ക് തന്നെ സമീപമുള്ള പ്ലാവിലയിൽ 2 പേരാണ് എന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഗതി എന്താണ്, അവരിലേക്ക് സ്വാഭാവികമായും പോലീസ് എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു. പക്ഷേ ആ അന്വേഷണത്തിൻ്റെ ഗതി എന്താണ് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കിട്ടിയിട്ടില്ല. ഇതിനകത്തുള്ള ഒരു ദുരൂഹത തുടക്കം മുതൽ ആ ഭാര്യയും മക്കളും പറയുന്നത് ആ വീട്ടിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമല്ല, ആ വീട്ടിലൊന്നും ബന്ധുക്കളൊന്നും സാധാരണഗതിയിൽ വരുന്ന ഒരു വീടുമല്ല എന്ന് അവർ പലവട്ടം ആവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ബന്ധുക്കളുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്തത് കൊണ്ടാണ് മരിച്ച വിവരവും മറ്റും അവരെ അറിയിക്കാതിരുന്നത്. ഈ ഗോപൻ സ്വാമിയുടെ സഹോദരിയെ പോലും, ഇളയ സഹോദരിയെ പോലും അറിയിക്കാതിരുന്നത് അതുകൊണ്ടാണെന്നൊക്കെയായിരുന്നു അവർ ആവർത്തിച്ചിരുന്നത്. പക്ഷേ 2 പേർ വീട്ടിൽ വന്നു. അവർ ഗോപൻ സ്വാമി മരിക്കുന്ന സമയത്തായിരുന്നോ വീട്ടിലുണ്ടായിരുന്നത് എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഈ വന്നത് ആരാണ്? മറ്റ് ബന്ധുക്കളും നാട്ടുകാരുമായി ഒന്നും അടുത്ത് ഇടപഴകാത്ത ഈ കുടുംബത്തിൻ്റെ അടുത്ത് അന്ന് വന്നത് 2 പേർ ആരാണ് എന്ന കാര്യത്തിലാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ പോകുന്നത്. പോലീസ് എല്ലാ തരത്തിലുള്ള സാധ്യതകളും നോക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഇവർ വിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വികാരഭരിതരായി ഇവർ അന്വേഷണവുമായി ഇപ്പോൾ കല്ലറ പൊളിക്കാൻ നോക്കുമ്പോൾ അതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ അന്വേഷണ സംഘം ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വിശ്വാസപരമായി അതിന് ഞങ്ങൾ മറുപടി നൽകേണ്ടതില്ല എന്ന കാര്യം പറയുന്നു. അത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ വളരെ സമാധാനപരമായി ഇതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കുക എന്നതാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നിനി നടക്കാൻ പോകുന്നത് സബ് കളക്ടർ രാവിലെ നെയ്യാറ്റിൻകര DYSP ഓഫീസിൽ OV ആൽഫ്രഡ് എന്ന തിരുവനന്തപുരം സബ് കളക്ടർ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് ഏത് ദിവസമാണ് ആ സ്ലാബ് പൊളിക്കേണ്ടത് എന്ന കാര്യത്തിലൊരു തീരുമാനമെടുക്കും. ഇന്നലെ വൈകിട്ട് അവർക്കിടയിൽ ഉണ്ടായിരുന്ന ധാരണ നാളെ സ്ലാബ് പൊളിക്കാമെന്നാണ്. ഇതിനകത്ത് ഒരു പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നോട്ടീസ് നൽകി സ്ലാബ് പൊളിക്കണം എന്നാണ് ഈ മക്കളുടെ അഭിഭാഷകൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നോട്ടീസ് കിട്ടിയ ഉടൻ ഈ സ്ലാബ് പൊളിക്കരുത് എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പോലീസ് നാളെ ഈ സ്ലാബ് പൊളിക്കുമെന്ന് പറഞ്ഞ് മക്കൾക്ക് നോട്ടീസ് നൽകിയതിന് പിന്നാലെ തന്നെ അവർ കോടതിയെ സമീപിച്ച് ഈ പൊളിക്കുന്നതിന് ഒരു സ്റ്റേ വാങ്ങാനുള്ള ഒരു സാധ്യത കൂടി
കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പം എന്തായാലും ചുരുക്കത്തിൽ കല്ലറ പൊളിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് കുടുംബം പറയുന്നത്. മാത്രവുമല്ല അതിന് മറ്റുള്ള ചില ആളുകളുടെയൊക്കെ പിന്തുണ തേടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ളൊരു പിന്തുണ ഇപ്പോഴും ആ കുടുംബത്തിന് കിട്ടിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള വിശ്വാസ സമൂഹവും അതേപോലെ അയൽവക്കക്കാരുമെല്ലാം ഇതിന് പിന്നിലെ ദുരൂഹത എന്താണെന്ന് അറിയണം എന്ന താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. തീർച്ചയായും അതിനോട് പോലീസിന്റെ നീക്കത്തോട് അവർ യോജിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ ഇന്നും നാളെയും ഒക്കെയായി? ഇനി ഈ സ്ലാബ് പൊളിക്കുന്ന ദിവസമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് സാധ്യതയുള്ളത്. ഇന്ന് സ്വാഭാവികമായും ഈ ഗോപൻ സ്വാമിയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ലാബിൻ്റെ പരിസരത്തേക്ക് ഇത് പൊളിക്കുന്നതിനായുള്ളൊരു മൂവ്മെൻറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുന്ന സമയത്തോളം ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിഷേധം അവിടെ ഉണ്ടാകാൻ മറ്റ് സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല. കാരണം സ്ലാബ് പൊളിക്കും എന്ന് ഉള്ളപ്പോഴാണ് നാട്ടുകാരും അല്ലെങ്കിൽ ഇത് പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. അങ്ങനെ ഇത് പൊളിക്കണമെന്ന് പറഞ്ഞ ഒരു വിഭാഗവും പൊളിക്കരുതെന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗവും കുടുംബവും നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെയാണ് സംഘർഷത്തിനുള്ളൊരു സാധ്യത കാണുന്നത്. ഇന്ന് അങ്ങനെ ആളുകൾ അവിടെ കൂടാനുള്ളൊരു സാധ്യത ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നില്ല. ഒരുപക്ഷെ വാർത്താമാധ്യമങ്ങളിലൊക്കെ വീണ്ടും ഇത് ലൈവായി നിൽക്കുമ്പോൾ അങ്ങനെ രണ്ട് പക്ഷത്തുള്ള ആളുകൾ അവിടെ വന്ന് സംസാരമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഇപ്പോഴവിടെ പോലീസ് ഇവർ സമാധി എന്ന് പറയുന്ന ഈ സ്ലാബിട്ട് ഗോപൻ സ്വാമിയെ അടച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോലീസുണ്ട്. പോലീസ് സുരക്ഷയിൽ തന്നെയാണ് ആ പ്രദേശവുമുള്ളത്. ഓക്കെ, എന്തായാലും റഹീസ് നമുക്ക് കാത്തിരിക്കാം. പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകട്ടെ. നാട്ടുകാർ പറയുന്ന പോലെ ചില പ്രേക്ഷകരും പറയുന്നു ദുരൂഹത അറിയണം എന്ന് ആണ് അഗാപ്പെ പറയുന്നത്. അതേപോലെ എല്ലാ മനുഷ്യർക്കും അതിൽ എന്താണ് സത്യം എന്നുള്ളത് നമുക്കറിയണമല്ലോ. BJPക്ക് എന്തിനാണ് ഇതിനകത്ത് ഇത്ര ബേജാറെന്ന് ചോദിക്കുന്നു. ഇല്ല നാസർ, BJPക്ക് ഇതിനകത്തൊരു ബേജാറുമില്ല. BJP ഈ വിഷയത്തിൽ കക്ഷിയല്ല കേട്ടോ. കക്ഷിയല്ലാത്ത BJP നമ്മൾ എന്തിനാ കുറ്റം പറയുന്നത്? അവർക്കിതിനകത്ത് സത്യം അറിയണം എന്നുള്ളത് തന്നെയാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറയുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നും ആർക്കുമില്ല. പിന്നെ കുറച്ചാളുകൾ ചില കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും വിലപ്പോവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. BJPക്ക് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലൊന്നും ആരും കൂട്ടുനിൽക്കാനുള്ള സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഇനി കോടതിയിലൂടെയാണ് തെളിയിക്കപ്പെടേണ്ടത്, അന്വേഷണത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിനും പോലീസ് അന്വേഷണം നടത്തട്ടെ. ഒരു സംശയം വന്ന സ്ഥിതിക്ക് അങ്ങനെയാണല്ലോ, പോസ്റ്റ്മോർട്ടം നടത്തി ഇതിൽ മരണം സ്വാഭാവികമായി സംഭവിച്ചതാണോ അതല്ല സമാധിയാക്കാനുള്ള ശ്രമമാണോ അതിന് പിന്നിലുണ്ടായിരുന്നത്? ഈ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിനു ശേഷം പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. റഹീസ് റഷീദാണ് വിവരം റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ടർ TV യാണ് ഈ ഗോപൻ സ്വാമിയുടെ വാർത്ത പുറം ലോകത്തെത്തിച്ചത്. നാട്ടുകാർക്ക് അങ്ങനെ ഒരു പരാതിയുള്ള വിവരം നമ്മൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇങ്ങനെ ചില വിചിത്രമായ സംഭവങ്ങൾ അവിടെ നടന്നു. അങ്ങനെ സാധാരണ രീതിയിലൊന്നും നമ്മുടെ വീട്ടിൽ നടക്കാത്ത കാര്യങ്ങളാണ്. അസാധാരണമായ വിധത്തിൽ ഒരാൾ മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞ ശേഷം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ബ്ലഡ് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ മരുന്ന് കഴിക്കുന്നു. അതിനുശേഷം ഞാൻ ആ സമാധിയിൽ പോയി ഇരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. അവിടെ പോയി സമാധി അടയുന്നു എന്ന് മക്കൾ പറയുന്നു. വേറെ ആരെയും കാണിക്കാതെ സ്ലാബിട്ട് മൂടുന്നു. ഇതൊക്കെയാണ് അതിനകത്ത് ചില അസാധാരണത്വമുള്ളത്. അപ്പോൾ സ്വാഭാവികമായി സംശയം ജനിച്ചേക്കാം. അത് വ്യക്തത വരുത്തട്ടെ. മക്കൾക്കും അതാണ് നല്ലത്, ആ കുടുംബത്തിനും അതാണ് നല്ലത്. അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഇതൊരു വലിയ ആശങ്കയായിട്ട് നിൽക്കും. ഇനി അവിടെ പോയി സ്വാഭാവിക മരണമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നതെങ്കിലും അത് നിങ്ങൾക്ക് അനുഗുണമായി തീരുകയും ചെയ്യും. അപ്പോൾ സത്യം പുറത്തു വരട്ടെ, നമുക്ക് കാത്തിരിക്കാം.